ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ പോയിട്ട് ബറാത്തല്ലേ വരുന്നത്, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനമെല്ലാം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പമ്പേഴ്സ് ഞാൻ 2 പാക്ക് വാങ്ങി. ഞാൻ ടെഡീൻ്റെയാണ് കേട്ടോ ഉപയോഗിക്കലുൾക്ക് അതേ പറ്റുന്നില്ല. പിന്നെ ഒരു പാക്കിന് 600-700 റുപ്യയിൽ വരുന്നത്. അപ്പം നമുക്ക് 400 റുപ്യക്ക് കിട്ടിയതാണ് ഒരു പാക്കിന്. അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചിരുന്ന 2 വാങ്ങാൻ. ഇതുപോലെ ഞാൻ സ്ഥിരം മൂക്ക് പമ്പേഴ്സ് തന്നെയാണ് ഉപയോഗിക്കൽ പെരയുന്നത്. അപ്പോൾ ഒരു മാസം തേച്ച് ഒത്തലില്ല ഒരു പാക്ക്. അപ്പോൾ ഞാൻ വെച്ച് ഓഫറിൽ ഏതായാലും കിട്ടുന്നതല്ല, അപ്പോൾ 2 വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ ഓരോ സാധനം ഇങ്ങനെ നോക്കി എടുത്തേക്കാം, നല്ല ഉണ്ടോ എന്നല്ല ഇങ്ങനെ നോക്കാമെന്ന്. സ്ട്രോബെറിക്കെല്ലാം നല്ല വില കുറവുണ്ടായിരുന്നു, അപ്പോൾ 2 വാങ്ങി. പിന്നെ ഇത് ഉപ്മാവ് എന്നാണ് പറഞ്ഞത്, ഇതിലേക്ക് പതുക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചെങ്കിൽ ഇത് സെറ്റാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച ഫ്രൂട്ട്സ് എല്ലാം പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു ബാട്ടം പോലെയാകുന്നു, അതുമല്ല തിന്നാൻ കഴിയുന്നില്ല, തണുപ്പ് കൊണ്ട് തിന്നാനും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചെല്ലാം പുറത്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഒരു കുരിയിലിട്ട് പുറത്ത് സെറ്റാക്കി വെച്ചാൽ. ഈ പഴം നമ്മൾ ബറാത്തിന് കായ്ക്കറി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എൻ്റെ മോളെ കൂടി ബറാത്താണ്, ഫസ്റ്റ് ബറാത്താണ്, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ് സാധനമെല്ലാം. അങ്ങനെ പിന്നെ റോബസ്റ്റ് പഴം എൻ്റെ അനിയത്തിക്ക് ജിമ്മിന് പോകുന്നതായിക്കൊണ്ട് അത് നിർബന്ധമാണ് റോബസ്റ്റ് പഴം. അങ്ങനെ പിന്നെ ഞാൻ പക്ഷേ ഏതായാലും വൃത്തിയാക്കുന്നില്ല, അപ്പോൾ ഈ കബോർഡും കൂടി വൃത്തിയാക്കാമെന്ന്, നോമ്പിന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ടുണ്ടായതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങിയില്ല, അപ്പോൾ ഒന്ന് ഫുള്ളും കൂടി വൃത്തിയാക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ആളും ഇങ്ങനെ തുടച്ച് ഓരോന്നോരോന്നായി എല്ലാം സെറ്റാക്കി വെച്ച് ഫുള്ളും നല്ല ഭംഗിയിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിന് പയ്യെ ഒരാളെടുക്കുമ്പോൾ അത് 4 ഭാഗത്താക്കും. അങ്ങനെ പിന്നെ ഞാൻ ഉള്ളി തക്കാളി എല്ലാം അതിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെക്കാമെന്ന്. നമ്മളിങ്ങനെ കുരിയിലാക്കിയിട്ടാണ് കേട്ടോ എല്ലാം വെക്കൽ. എന്താ വെച്ചെങ്കിൽ മറ്റിച്ചാൽ കൊട്ടയിലാക്കി വെക്കുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേട് പോലെയാണ്. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം സീറ്റെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഒരു ബത്തക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെച്ചെന്നാൽ അതും കൂടി മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സീറ്റ് മൊത്തത്തിൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബത്തക്കൽ മുറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സീറ്റെല്ലാം നല്ലപോലെ തുടച്ച് വെച്ച് പ്ലാസ്റ്റിക് കവറെല്ലാം ഒരു കൊട്ടയിലാക്കിയിട്ട് വെച്ചിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാം കൊട്ടയിലാക്കി വെച്ച്. പിന്നെ ഇവിടെ സീറ്റ് നമ്മുടെ കിച്ചൺ അങ്ങനെ ഉപയോഗിക്കലില്ല, നമ്മൾ അധികം വരാന്തയിലാണ് ഞാൻ കേട്ടോ ഇത് ഉപയോഗിക്കൽ കുറവാണ്. പാത്രം ഇടുന്നൊന്നും കഴുകലില്ല, ഒന്നും ഉപയോഗിക്കലില്ല. പിന്നെ വെച്ച് ഏതായാലും അപ്പുറത്ത് നിന്ന് തന്നെ കഴുകാന്ന് വെച്ചിട്ട് ആടെ ഉണ്ടായ ഗ്ലാസും പാത്രമെല്ലാം അപ്പുറം കൊണ്ടുവച്ച് ഇവിടെ ഫുള്ള് ബേസിൽ വൃത്തിയാക്കി അങ്ങനെ ഫുള്ള് സെറ്റാക്കി കിച്ചണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നല്ല നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ